നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനവരാശിയെ പാപത്തിൻ്റെ കരങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മോക്ഷത്തിൻ്റെ വഴി കാണിച്ചു തന്ന നിത്യരക്ഷകൻ്റെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്മരണകൾ ഉണർത്തി മാർച്ച് 31 ഞായറാഴ്ച എല്ലാ ദേവാലയങ്ങളിലും ഉയർപ്പു പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലിത്തായും കിഴക്കിൻ്റെ കാതോലിക്കയുമായ പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ബറോഡ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉയർപ്പു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏവർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. അവധിക്കാല സുറിയാനി പരിശീലനം നടത്തപ്പെടുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക സംഗീത വിഭാഗമായ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്ററജിക്കൽ മ്യൂസിക് സുറിയാനി ഭാഷ പരിശീലനം നൽകുന്നു. ഓൺലൈനായി 2 മാസമാണ് കോഴ്സ്. അവധിക്കാല ബാച്ചിൻ്റെ ക്ലാസുകൾ ഏപ്രിൽ 2-ാം വാരം ആരംഭിക്കും. OVBS ക്ലാസുകൾ ആരംഭിച്ചു. ഈ വർഷത്തെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ക്ലാസുകളിൽ നമ്മുടെ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. പ്രാർത്ഥന ജീവിതമായും ജീവിതം പ്രാർത്ഥനയായും തീരണമെന്നും മനുഷ്യർ സമസൃഷ്ടികളോട് കരുണയുള്ളവരാകണമെന്നും അഖില മലങ്കര സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ്യൂസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. അഖില മലങ്കര സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ പഠന ക്ലാസിൻ്റെ കേന്ദ്രതല ഉദ്ഘാടനം കൊല്ലം സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിർവഹിക്കുകയായിരുന്നു അഭിമന്യ തിരുമേനി. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ മൂല്യങ്ങളിൽ നിന്നും മാറിപ്പോകാതെ ദൈവത്തോട് ചേർന്ന് വളരുവാൻ ഈ വർഷത്തെ OVBS ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള വിശുദ്ധ രാജാക്കന്മാരുടെ മധ്യസ്ഥതയിലുള്ള പുണ്യപുരാതനമായ പിറവം പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ പൈതൽ നേർച്ച മാർച്ച് 31-ാം തീയതി ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ നടത്തപ്പെട്ടു. നൂറ്റാണ്ടുകളായി പിറവം പള്ളിയിൽ 50 നോമ്പ് വീടുന്ന സമയം നടത്തിവരുന്നതാണ് 12 പൈതങ്ങളുടെ നേർച്ച. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും 12 അപ്പോസ്തലന്മാരെയും അനുസ്മരിക്കുന്ന വിധത്തിൽ വൈദികൻ കൂടെ 12 വയസ്സിൽ താഴെയുള്ള 12 ആൺകുട്ടികളുമാണ് പൈതൽ നേർച്ചയ്ക്ക് ഇരിക്കുന്നത്. ഉയിർപ്പിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് നേർച്ച വിളമ്പൽ ആരംഭിക്കുന്നത്. മലബാർ, വയനാട്, തൃശൂർ, വടക്കാഞ്ചേരി തുടങ്ങി ദൂരെ നിന്നുമുള്ള നസ്രാണി കുടുംബങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് വന്ന് പള്ളിയിലിരുന്ന് നേർച്ച ഒരുക്കിയ ശേഷം മടങ്ങിപ്പോകുന്ന പതിവുമുണ്ട്. 42 വയസ്സുള്ള ആലപ്പുഴ സ്വദേശിക്ക് സ്ട്രോക്ക് ചികിത്സയ്ക്കുള്ള അത്യാധുനിക ത്രോംബക്ടമി വിജയകരമായി പൂർത്തിയാക്കി പരുമല ആശുപത്രി. തലകറക്കം, ഛർദി, നടക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെട്ട രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലപ്രദമായ ചികിത്സ നൽകുവാൻ സാധിക്കാത്തതിനാൽ പരുമല ആശുപത്രിയിലെ കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെൻ്ററിലേക്ക് റെഫർ ചെയ്തു. അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചേർന്ന രോഗിയെ ഉടൻ തന്നെ MRI+MR ആൻജിയോഗ്രാമിന് വിധേയനാക്കുകയും റിപ്പോർട്ടിൽ വലിയ രക്തക്കുഴലിന് അടവ് കണ്ടെത്തുകയും ചെയ്തു. ക്രമേണ രോഗിയുടെ അവസ്ഥ വഷളാവുകയും പെട്ടെന്ന് തന്നെ രോഗിയെ കാത്ത് ലാബിലേക്ക് മാറ്റുകയും തുടർന്ന് കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ വി പണിക്കരുടെ നേതൃത്വത്തിൽ എമർജൻസി ത്രോംബക്ടമിക്ക് വിധേയനാക്കി രക്തക്കട്ട നീക്കം ചെയ്തു. ക്രമേണ രോഗി സുഖം പ്രാപിക്കുകയും 4 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകുകയും ചെയ്തു. അടൂർ സെൻറ് മേരീസ് കോൺവെൻറ്റ് അംഗമായിരുന്ന സിസ്റ്റർ ഫേബ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മൃതശരീരം കോൺവെൻറ്റ് ചാപ്പലിൽ എത്തിക്കുകയും സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ 3 ഭാഗം ചാപ്പലിൽ പൂർത്തീകരിക്കുകയും ഏപ്രിൽ 1-ാം തീയതി തിങ്കളാഴ്ച രാവിലെ കോൺവെൻറ്റിൽ വിശുദ്ധ കുർബാനയെ തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾ അഭിമന്യ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പാമ്പാടി തിരുമേനിയുടെ 59ാമത് ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 4-5 തീയതികളിൽ മലങ്കര സഭ ഭക്തി പുരസ്സരം കൊണ്ടാടി. പെരുന്നാളിനോട് അനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ നിന്നും പദയാത്രയായി അനേകായിരങ്ങൾ അഭിമന്യ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. പെരുന്നാളിൻ്റെ ഭാഗമായി ഭക്തി നിർഭരമായ റാസ, ധ്യാനയോഗങ്ങൾ, തീർത്ഥാടന വാരാഘോഷം,
നേർച്ച എന്നിവ നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം മെത്രാസനത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള പരിശുദ്ധ സഭാമക്കൾക്കായുള്ള വിവാഹ രജിസ്ട്രേഷൻ പോർട്ടൽ ഇപ്പോൾ പൊതുജനങ്ങൾക്കായി ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് www.moscmatrimony.com എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലും തുമ്പമൺ ഭദ്രാസന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലും സഭാകവി CP ചാണ്ടി സാറിൻ്റെ സംഭാവനകളും ജീവിതവും ദർശനവും സ്മരിക്കുവാനായി അഖില മലങ്കര ആരാധന സംഗീത മത്സരം നടത്തപ്പെടുന്നു. പ്രിലിമിനറി, ഫൈനൽ, ഗ്രാൻഡ് ഫിനാലെ എന്നിങ്ങനെ 3 തലങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. പ്രിലിമിനറി, ഫൈനൽ മത്സരങ്ങൾ ഓൺലൈനായിട്ടും അവയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമുകൾക്കായി ഗ്രാൻഡ് ഫിനാലെ റൗണ്ടുമാണ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മെയ് 1 വരെ എൻട്രികൾ അയക്കാം. 1ാം സ്ഥാനം നേടുന്ന ടീമിന് 50,000 രൂപയും 2ാം സ്ഥാനം നേടുന്ന ടീമിന് 25,000 രൂപയും തിരഞ്ഞെടുക്കപ്പെടുന്ന 4 ടീമുകൾക്ക് 10,000 രൂപയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.mgocsm.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രായഭേദമന്യേ ആർക്കും ടീമുകളിൽ അംഗമായി മത്സരിക്കാം. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ പുതിയ കോൺഗ്രിഗേഷൻ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ UK, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഭദ്രാസനത്തിൽ സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാന നഗരമായ എഡിൻബർഗിൽ പുതിയ കോൺഗ്രിഗേഷൻ ആരംഭിക്കുന്നു. പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന പ്രസ്തുത ദേവാലയത്തിൻ്റെ പ്രഥമ വിശുദ്ധ കുർബാന ഏപ്രിൽ 6-ാം തീയതി എഡിൻബർഗ് ഹോളിക്രോസ് പള്ളിയിൽ വെച്ച് രാവിലെ 8:30 ഫാദർ സജി C. ജോണിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതാണ്. എല്ലാ മാസത്തിൻ്റെയും ആദ്യ ശനിയാഴ്ച നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധ കുർബാന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 0044 7587 35 1426 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടെ ഏറ്റവും മികച്ച കോളേജിൽ പഠിക്കുവാനുള്ള അവസരം. ഛത്തീസ്ഗഡിലെ ഭിലായിലുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസനത്തിന് കീഴിലുള്ള നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ A ഗ്രേഡ് നേടിയ ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ കോഴ്സുകൾക്കും 50% സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണം നടത്തപ്പെട്ടു. വന്യ MD യൂഹാനുൻ റമ്പാനെ കോർ എപ്പിസ്കോപ്പയായി ഏപ്രിൽ 4-ാം തീയതി വിശുദ്ധ കുർബാനയെ തുടർന്ന് അട്ടപ്പാടി സെൻറ് തോമസ് ആശ്രമം ചാപ്പലിൽ വെച്ച് അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം തിരുമേനി സ്ഥാനാരോഹണം ചെയ്തു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.